ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. പക്ഷെ നമ്മൾ ഇന്ന് നോൺ വെജിറ്റേറിയൻ വിഭവം കൊണ്ടല്ല ആഘോഷിക്കാൻ പോകുന്നത്, പക്ഷെ ഒരു പേസ്ട്രി കൊണ്ടാണ്. വളരെ സ്വാദുള്ള, കാണാൻ ഭംഗിയുള്ള, ഉണ്ടാക്കാൻ വളരെ എളുപ്പമായ ഒരു ചോക്ലേറ്റ് പേസ്ട്രി. ഇതൊരു ചോക്ലേറ്റ് ചോക്കോ ലെയർ കേക്കാണ്. ചോക്കോ ലെയർ കേക്ക് ഇതൊരു പേസ്ട്രി ഇനത്തിൽ തന്നെ നമുക്ക് കൂട്ടാം. ചോക്കോ ലെയർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 1.5 കപ്പ്, മുട്ട 6 എണ്ണം, മുട്ടയുടെ വെള്ള 4 എണ്ണത്തിൻ്റേത്, പഞ്ചസാര 1.5 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ. ഇനി ചോക്ലേറ്റ് ക്രീമിന് വേണ്ട ചേരുവകൾ. വിപ്ഡ് ക്രീം 250 ഗ്രാം, ഡാർക്ക് ചോക്ലേറ്റ് 60 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തത്, പശുവിൻ പാൽ 1/4 കപ്പ്. ഇനി ചോക്ലേറ്റ് ഗ്ലേസിന് വേണ്ട ചേരുവകൾ. ഡാർക്ക് ചോക്ലേറ്റ് 250 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഫ്രഷ് ക്രീം 300 ഗ്രാം, വെണ്ണ 30 ഗ്രാം, തേൻ 1 ടേബിൾ സ്പൂൺ, റോബസ്റ്റ പഴം ആവശ്യത്തിന്, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലെയർ കേക്ക് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഒരു 6 മുട്ടയുടെ മഞ്ഞയും വെള്ളയും രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചു വയ്ക്കാം. രണ്ട്, 3, 5, 6 അങ്ങനെ 6 മുട്ട ഹോൾ എഗ്സ്. മഞ്ഞയും വെള്ളയും വേർതിരിക്കുന്നില്ല, ഒന്നിച്ച്. ആറ് മുട്ടയുടെ കൂടെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, ഗ്രാന്യൂൾ സാധാരണ പഞ്ചസാര, അതും കൂടി ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും മെഷീൻ്റെ ജോലി ചെയ്തോളും. അപ്പോൾ എന്തായാലും ബ്ലെൻഡർ അതിൻ്റെ ജോലി ചെയ്തോളും. ആ സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ. റോബസ്റ്റ പഴം കട്ടി കുറഞ്ഞ വട്ടത്തിനുള്ള പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കാം. പഴം നമ്മൾ ഘനം കുറച്ച് വട്ടത്തിലുള്ള പീസസ്, സ്ലൈസസ്, ഒരുപാട് ഘനം വേണ്ട. നമ്മുടെ മുട്ടയും 6 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും കൂടി നന്നായിട്ട് പതഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴം എല്ലാം അരിഞ്ഞ് മാറ്റി കഴിഞ്ഞു. ഞാനൊരു 6 പഴം, റോബസ്റ്റ പഴം, ഒരുപാട് പഴുത്ത് ഒലഞ്ഞതാകരുത്, പാകത്തിന് പഴുത്തത്. എന്നിട്ട് അതിൻ്റെ കളർ മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും, അതിനോടൊപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അപ്പം നമ്മുടെ മുട്ട പഞ്ചസാര മിക്സ് ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ 1.5 കപ്പ് മൈദ മാവിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തൊന്ന് ഇടഞ്ഞു വെക്കണം. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇടഞ്ഞു വെക്കാം. മൈദാമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ നന്നായിട്ട് യോജിച്ച് കിട്ടണം, സ്പ്രെഡായി കിട്ടണം. അതിനാണ് നമ്മൾ ഇടയുന്നത്.
എളുപ്പത്തിൽ തന്നെ നമ്മൾ ഇടഞ്ഞു മാറ്റി. അപ്പോൾ ആ ജോലിയും കഴിഞ്ഞു. ഇത് നോക്കൂ, നമ്മളുടെ മുട്ട നല്ല ഫ്ലഫിയായി നല്ലൊരു ലൈറ്റ് ക്രീം കളറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണ്ടല്ലോ, ഇത് മുട്ടയും പഞ്ചസാരയും മാത്രമാണ്. നല്ല പതഞ്ഞിട്ടുണ്ട് നല്ലോണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 1.5 കപ്പ് മൈദാമാവും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടഞ്ഞെടുത്ത ആ മിശ്രിതത്തിലേക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ മുട്ട നമ്മൾ ചേർക്കുന്നത്, മുട്ട മിശ്രിതം ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ ആദ്യം ചേർത്തിട്ട്, കാര്യം ഇത് ഈ മൈദയുടെ കൂട്ടും മുട്ടയുടെ കൂട്ടും കൂടി ഒന്നിച്ച് യോജിപ്പിക്കുമ്പോൾ ഈ പത അടങ്ങാണ്ട് ചെയ്യണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും. അന്നേരം ഈ പത അടങ്ങിപ്പോവും. അതുകൊണ്ട് ഈ മൈദാ മിശ്രിതം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ കുറച്ച് ബലം ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗം, മുഴുവനും വേണ്ട, ഏകദേശം ഒരു പകുതിയോളം എന്ന് പറയാം, ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് അല്പം ബലത്തിൽ തന്നെ അത് യോജിപ്പിക്കാം. ഒരു തവി ഉപയോഗിച്ചിട്ട് കുറച്ച് ബലമായി തന്നെ യോജിപ്പിക്കാം, കട്ടയില്ലാണ്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പോരാതെ വരും. അപ്പോൾ ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 6 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും എല്ലാം ചേർന്ന് നമ്മളുടെ കേക്ക് ബാറ്റർ, സ്പഞ്ചിൻ്റെ ബാറ്റർ ഏകദേശം റെഡി ആയിരിക്കണം. പക്ഷേ ഇത് പോരാ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4 മുട്ടയുടെ വെള്ളം മാത്രം നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും പതപ്പിച്ച് ഒരു പതമാതിരിയാക്കി അങ്ങനെ നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് വൈറ്റും യെല്ലോയും മാറ്റി വെള്ളം മാത്രമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ 4 മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് നല്ല ഉണങ്ങിയൊരു പാത്രത്തിൽ, അതിൽ ഈർപ്പം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പറ്റുമെങ്കിൽ പാത്രം ഒന്ന് ചെറുതായി ചൂടാക്കിയാൽ കൂടുതൽ നല്ലത്. മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടും, മുട്ടയുടെ വൈറ്റ്. വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് കഴിഞ്ഞു മുട്ടയുടെ വെള്ളം. ഇനി 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്, പൊടിയല്ല, ഗ്രാനുവൽസ് തന്നെയാണ്, സാധാരണ പഞ്ചസാര. അത് കുറേശ്ശെ ഈ 1/2 കപ്പ് പഞ്ചസാര തീരുന്നവരെ ഇച്ചിരി ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങനെ എഗ് വൈറ്റ് നന്നായിട്ട് പതച്ചെടുത്ത് നല്ല പത മാതിരി, എന്താ പറയുക, സോപ്പ് പത മാതിരിയായി. ഇത് ഈ പാത്രം നമ്മളിങ്ങനെ തിരിച്ചിട്ടാൽ പോലും താഴെ വീഴില്ല, ആ രീതിയിലാണ് പതച്ചെടുത്തത്. അപ്പോൾ ഈ കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന 4 മുട്ടയുടെ വെള്ളയും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർന്ന മിശ്രിതം കുറേശ്ശെ ചേർത്ത് വളരെ സാവധാനം ഫോൾഡിങ് ചെയ്യും. പത അടങ്ങാണ്ട് ചെയ്യണം. ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ ഇനി ലാസ്റ്റ് പാർട്ട്, ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇതിനോടൊപ്പം അല്പം വാനില എസൻസ് കൂടി ചേർക്കാം. വാനില എസൻസ് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള പതപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താലും കുഴപ്പമില്ല. ഒരു മുട്ടയുടെ ഒരു മണവും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമ്മൾ കേക്ക് ടിൻ ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു റെക്ടാങ്കിൾ ഷേപ്പിലെ കേക്ക് ടിന്നിലാണ് സ്പഞ്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു സാധാരണ, ഞാൻ പറയും ബട്ടർ പേപ്പർ ഇടാൻ, പക്ഷേ ഈ സ്പഞ്ച് ചെയ്യുമ്പോൾ ബട്ടർ പേപ്പറിനെക്കാട്ടി നല്ലത് സാധാരണ ഈ ടൈപ്പ് റോൾ പേപ്പറിൽ നിന്ന് നമ്മൾ ന്യൂസ് പ്രിന്റിൻ്റെ പേപ്പറാണ്. കാര്യം നമ്മൾ സ്പഞ്ചിൽ ഒട്ടും തന്നെ ബട്ടറോ പിന്നെ എണ്ണയോ ചേർക്കുന്നില്ല. അതുകൊണ്ട് ബട്ടർ പേപ്പറിൽ ഒഴിച്ചു വെച്ചാൽ, അതൊരു ചെറിയ ടിപ്പാണ്, ബട്ടർ പേപ്പറിൽ ഒഴിച്ചു വെച്ചാൽ തിരിച്ച് കേക്ക് നമുക്ക് അതിൽ നിന്ന് ഇളക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഈ ബാറ്റർ നമ്മൾ 3ആയിട്ട് പകുത്താണ് ഒഴിക്കേണ്ടത്. 3 ലെയറിലേക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളപ്പോൾ ഈ തയ്യാറാക്കിയ കേക്ക് ബാറ്ററിന്റെ 1/3 3/1 ഭാഗം ഈ ടിന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം.
180 ഡിഗ്രി ചൂടിൽ 30 മിനിറ്റ്സ് 30 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ലെയറിനുള്ള കേക്ക് റെഡിയാകും. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ടിൻ പിന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഈ ബാറ്റർ ഇങ്ങനെ 3 പ്രാവശ്യം, ബാക്കിയിരിക്കുന്നത് 2 ടിന്നിനും കൂടി തികയും. അപ്പോൾ മൊത്തം 3 ടിന്നിലായിട്ട് നമ്മൾ 3 ലെയർ തയ്യാറാക്കും. 3 ലെയറിന് ആവശ്യമുള്ള കേക്കും തയ്യാറായി വരട്ടെ. അതുവരെ